നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു PSC സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലും സാമ്പത്തിക ചരിത്രത്തിലും PSC നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിലെ നാണയങ്ങൾ, കോയിൻസ് ഓഫ് ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ കേരള. ചേരന്മാരുടെ കാലം മുതൽ തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് സാമൂതിരിമാർ, വേണാട് രാജാക്കന്മാർ എന്നിവർ പുറത്തിറക്കിയ നാണയങ്ങളെക്കുറിച്ചും വിദേശ നാണയങ്ങളെക്കുറിച്ചും PS നാണയങ്ങളെക്കുറിച്ചും PSC പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ ഈ ലോങ് വീഡിയോയിലൂടെ ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങൾ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. LDC, LGS ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായും കണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തു വയ്ക്കുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ചോദ്യം: പുരാതന നാണയങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ന്യൂമിസ്മാറ്റിക്സ്. 2. ചോദ്യം: കേരളത്തിൽ പ്രാചീനകാലത്ത് ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെട്ടിരുന്ന റോമൻ സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഉത്തരം: ഓറിയസ് ബൈ ദിനാർ, ഡെനാരിയസ് വെള്ളി നാണയം. 3. ചോദ്യം: റോമൻ നാണയങ്ങൾ വൻതോതിൽ കണ്ടെടുത്ത കേരളത്തിലെ പ്രധാന തുറമുഖം പ്രദേശം ഏത്? ഉത്തരം: മുസിരീസ്, പട്ടണം കൊടുങ്ങല്ലൂർ, കോട്ടയം, ഈയാല്. 4. ചോദ്യം: കേരളത്തിൽ പഞ്ച് മാർക്ക്ഡ് മുദ്രണം ചെയ്ത നാണയങ്ങൾ കണ്ടെത്തിയ തൃശൂരിലെ പ്രശസ്തമായ സ്ഥലം ഏത്? ഉത്തരം: ഈയാല്, അയ്യാൽ. 5. ചോദ്യം: തിരുവിതാംകൂറിലെ അടിസ്ഥാന നാണയമായി കണക്കാക്കിയിരുന്നത് ഏതാണ്? ഉത്തരം: ക്യാഷ്. 6. ചോദ്യം: തിരുവിതാംകൂറിൽ അനന്തരാമൻ പണം എന്ന നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ആര്? ഉത്തരം: ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 7. ചോദ്യം: വേണാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന രാശിപ്പണം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? ഉത്തരം: സ്വർണം, ഗോൾഡ്. 8. ചോദ്യം: വേണാട്ടിലെ ഏറ്റവും പഴക്കമുള്ള നാണയമായി കരുതപ്പെടുന്നത് ഏതാണ്? ഉത്തരം: രാശിപ്പണം. 9. ചോദ്യം: കോഴിക്കോട് സാമൂതിരിമാർ പുറത്തിറക്കിയിരുന്ന വെള്ളി നാണയത്തിന്റെ പേരെന്ത്? ഉത്തരം: വീരരായൻ പുതിയ പണം, വീരരായൻ പണം ബൈ ചിന്നപ്പണം. 10. ചോദ്യം: കൊച്ചി രാജാക്കന്മാർ പുറത്തിറക്കിയ നാണയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: പുത്തൻ. 11. ചോദ്യം: തിരുവിതാംകൂറിൽ ആധുനിക രീതിയിലുള്ള കമ്മട്ടം മിന്റ് സ്ഥാപിച്ച ഭരണാധികാരി ആര്? ഉത്തരം: മാർത്താണ്ഡവർമ്മ. 12. ചോദ്യം: തിരുവിതാംകൂറിലെ വെള്ളിപ്പണം അഥവാ വെള്ളിക്കാശ് എന്നറിയപ്പെട്ടിരുന്ന നാണയങ്ങൾ ഏത് ദിവാന്റെ കാലത്താണ് പരിഷ്കരിച്ചത്? ഉത്തരം: കേണൽ മൺറോ. 13. ചോദ്യം: പ്രാചീന ചേരന്മാരുടെ നാണയങ്ങളിൽ സാധാരണയായി ആലേഖനം ചെയ്തിരുന്ന ചിഹ്നം ഏതാണ്? ഉത്തരം: വില്ലും അമ്പും, ബോ ആൻഡ് ആരോ. 14. ചോദ്യം: കൊച്ചിയിൽ ഇരട്ടപ്പുത്തൻ, ഒരു പുത്തൻ എന്നീ നാണയങ്ങൾ പുറത്തിറക്കാൻ ഉപയോഗിച്ച ലോഹം ഏത്? ഉത്തരം: വെള്ളി ബരി വെങ്കലം മിശ്രിതം. 15. ചോദ്യം: തിരുവിതാംകൂറിൽ 1 രൂപ തുല്യമായിരുന്നത് എത്ര ചക്രത്തിനായിരുന്നു? ഉത്തരം: 28 ചക്രം. 16. ചോദ്യം: തിരുവിതാംകൂറിൽ ഒരു ചക്രം എന്നാൽ എത്ര കാശായിരുന്നു? ഉത്തരം: 16 കാശ്. 17. ചോദ്യം: തിരുവിതാംകൂറിലെ ഏറ്റവും ചെറിയ നാണയം ഏതാണ്? ഉത്തരം: ക്യാഷ്. 18. ചോദ്യം: വിഷ്ണുവിന്റെ പത്മം അഥവാ താമര ചിഹ്നം ആലേഖനം ചെയ്ത തിരുവിതാംകൂർ നാണയം ഏത്? ഉത്തരം: പത്മനാഭൻ കാശ് ബൈ അനന്തരായൻ പണം. 19. ചോദ്യം: കണ്ണൂരിലെ അറയ്ക്കൽ രാജവംശം പുറത്തിറക്കിയിരുന്ന നാണയങ്ങൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം: അറയ്ക്കൽ പണം. 20. ചോദ്യം: ഹൈദരാലിയും ടിപ്പു സുൽത്താനും മലബാർ കീഴടക്കിയ കാലത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്ന നാണയങ്ങൾ ഏവ? ഉത്തരം: ഹൈദരി പഗോഡ, സുൽത്താനി പണം, പബൈ പഗോഡകൾ. 21. ചോദ്യം: സാമൂതിരിയുടെ നാണയങ്ങളിൽ പതിപ്പിച്ചിരുന്ന പ്രധാന രൂപം എന്തായിരുന്നു? ഉത്തരം: ഗണപതിയുടെ രൂപം അല്ലെങ്കിൽ യുദ്ധകോടാലി, ശംഖ്. 22. ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കമ്പനി രൂപ മലബാറിൽ നിലവിൽ വന്ന വർഷം? ഉത്തരം: 1835. 23. ചോദ്യം: തിരുവിതാംകൂറിൽ മെഷീൻ നിർമ്മിത നാണയങ്ങൾ ആദ്യമായി അച്ചടിച്ച മഹാരാജാവ് ആര്? ഉത്തരം: സ്വാതി തിരുനാൾ. 24. ചോദ്യം: തിരുവിതാംകൂറിൽ ആദ്യമായി സ്വർണ്ണ പഗോഡകൾ പുറത്തിറക്കിയ രാജാവ് ആര്? ഉത്തരം: മാർത്താണ്ഡവർമ്മ. 25. ചോദ്യം: പ്രാചീന കേരളത്തിൽ പ്രചാരത്തിലിരുന്ന ചൈനീസ് നാണയങ്ങൾ എന്തിന്റെ സാക്ഷ്യപത്രമാണ്? ഉത്തരം: ചൈനയുമായുള്ള പ്രാചീന സമുദ്രവ്യാപാര ബന്ധത്തിന്റെ. 26. ചോദ്യം: പള്ളിവാണ പെരുമാളിന്റെ കാലത്ത് പുറത്തിറക്കിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന നാണയങ്ങൾ ഏവ? ഉത്തരം: പെരുമാൾ പണം. 27. ചോദ്യം: കണ്ണൂർ കാശ് പുറത്തിറക്കിയത് ആര്? ഉത്തരം: പോർച്ചുഗീസുകാരും അറയ്ക്കൽ ഭരണാധികാരികളും. 28. ചോദ്യം: ഡച്ചുകാർ കേരളത്തിൽ പ്രചരിപ്പിച്ച നാണയം ഏതാണ്? ഉത്തരം: ഡച്ച് ഡൂയിറ്റ്. 29. ചോദ്യം: തിരുവിതാംകൂറിൽ ചിത്രരൂപ അല്ലെങ്കിൽ ചിത്തിര തിരുനാളിന്റെ കാലത്തെ പണത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം: ചിത്തിരരൂപ ബൈ ചക്രം. 30. ചോദ്യം:
കൊച്ചി രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായ ശംഖ് ആലേഖനം ചെയ്ത നാണയങ്ങൾ ഏവ? ഉത്തരം കൊച്ചി പുത്തൻ. 31 ചോദ്യം മാവേലിക്കരയിൽ നിന്നും കണ്ടെടുത്ത ബുദ്ധമത മുദ്രകളുള്ള നാണയങ്ങൾ ഏത് കാലഘട്ടത്തിലേതാണ്? ഉത്തരം സംഘകാലം ബൈ ആദ്യകാല മധ്യകാലം. 32 ചോദ്യം കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ റോമൻ സ്വർണ്ണ നാണയശേഖരം കണ്ടെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം കോട്ടയം. കോട്ടയം നിധി, മൂവാറ്റുപുഴ. 33 ചോദ്യം പ്രാചീനകാലത്തെ നാണയ നിർമ്മാണശാലകൾക്ക് കേരളത്തിൽ പറയുന്ന പേരെന്ത്? ഉത്തരം കമ്മട്ടം, മിന്റ്. 34 ചോദ്യം തിരുവിതാംകൂറിലെ പ്രധാന കമ്മട്ടങ്ങൾ എവിടെയെല്ലാമാണ് പ്രവർത്തിച്ചിരുന്നത്? ഉത്തരം പത്മനാഭപുരം, തിരുവനന്തപുരം. 35 ചോദ്യം മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി കമ്മട്ടം സ്ഥാപിച്ചതെവിടെ? ഉത്തരം തലശ്ശേരി. 36 ചോദ്യം വെനീഷ്യൻ ഡ്യൂക്കറ്റ് കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം ശാന്താരക്കാശ്, വില്ലുകാശ്, അമ്മാനാട്ടുകാശ്. 37 ചോദ്യം കേരളത്തിൽ ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലെ നാണയങ്ങൾ കണ്ടെത്തിയ നെല്ലൂർ പട്ടണം ഖനനത്തിന് നേതൃത്വം നൽകിയ സ്ഥാപനം ഏത്? ഉത്തരം KCHR, കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. 38 ചോദ്യം ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ പുറത്തിറക്കിയ നാണയങ്ങളേവ? ഉത്തരം അരരൂപ, 1/4 രൂപ വെള്ളിക്കാശുകൾ. 39 ചോദ്യം പോർച്ചുഗീസുകാർ മലബാറിൽ പുറത്തിറക്കിയ നാണയങ്ങൾക്ക് പറഞ്ഞിരുന്ന പേരെന്ത്? ഉത്തരം ബസറൂക്കോ ബൈ ക്രൂസാഡോ. 40 ചോദ്യം കൊച്ചിയിൽ നാണയം അച്ചടിക്കുന്നതിന് ഡച്ചുകാർക്ക് അനുവാദം നൽകിയ കൊച്ചി രാജാവ് ആര്? ഉത്തരം വീരകേരളവർമ്മ. 41 ചോദ്യം തിരുവിതാംകൂറിലെ നാണയ സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കി ഇന്ത്യൻ രൂപ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1949, തിരുകൊച്ചി സംയോജനത്തോടെ. 42 ചോദ്യം കലിയൻ പണം അഥവാ കലിയുഗരാമൻ പണം പ്രചാരത്തിലിരുന്നത് ഏത് പ്രദേശത്താണ്? ഉത്തരം തെക്കൻ തിരുവിതാംകൂർ ബെയ്വേനാട്. 43 ചോദ്യം സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന കാണം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം സ്വർണ്ണ നാണയം ബൈ തൂക്കത്തിന്റെ അളവ്. 44 ചോദ്യം തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറത്തിറക്കിയ നാണയങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം ചിത്തിരക്കാശ് ബൈ ചക്രം. 45 ചോദ്യം കണ്ണൂരിലെ ഏഴുമലയിൽ നിന്ന് കണ്ടെടുത്ത നാണയങ്ങൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൂഷകവംശം, മുഷിക ഡൈനസ്റ്റി. 46 ചോദ്യം മധ്യകാല കേരളത്തിൽ നാണയങ്ങളുടെ ശുദ്ധത പരിശോധിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അഥവാ പദവി ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം കോയിന്മാർ ബൈ തട്ടാൻ. 47 ചോദ്യം വേണാട്ടിലെ ഉദയമാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുറത്തിറക്കിയ ചെമ്പ് നാണയം ഏത്? ഉത്തരം അനന്തരാമൻ കാശ്. 48 ചോദ്യം കോഴിക്കോട് സാമൂതിരിയുടെ തളിക്ഷേത്ര രേഖകളിൽ പരാമർശിക്കുന്ന നാണയമേത്? ഉത്തരം തളിപ്പണം, വീരരായൻ പണം. 49 ചോദ്യം തൃശൂർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രധാന നാണയശേഖരം ഏത് ചരിത്ര കാലഘട്ടത്തിലേതാണ്? ഉത്തരം റോമൻ, ഡച്ച്, തിരുവിതാംകൂർ, കൊച്ചി കാലഘട്ടങ്ങളിലെ നാണയങ്ങൾ. 50 ചോദ്യം തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചിത്രം പതിപ്പിച്ച നാണയങ്ങൾ ഇറക്കാൻ വിസമ്മതിച്ച ധീരനായ രാജാവ് ആര്? ഉത്തരം വിശാഖം തിരുനാൾ ബൈ സ്വാതി തിരുനാൾ. സ്വന്തം നാട്ടുരാജ്യ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചു. അപ്പോൾ കൂട്ടുകാരെ, കേരളത്തിലെ നാണയ ചരിത്രത്തിൽ നിന്നും PSC പരീക്ഷകളിൽ നിരന്തരം ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പരീക്ഷാ ഹാളിൽ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ PSC സ്പെഷ്യൽ ടോപ്പിക് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു പ്രധാന ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.